ഹലോ ഫ്രണ്ട്സ്, നമുക്കതൊരു മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാമേ. നമ്മുടെ മാങ്ങേൻ്റെ സീസണാണല്ലോ, അപ്പോൾ എല്ലാവർക്കും മാങ്ങ കിട്ടുമ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ മൺചട്ടിയിലാണ് വയ്ക്കുന്നത്, അടുപ്പിലാണ് വയ്ക്കുന്നത്. നമ്മൾ കുറച്ച് വെള്ളം എടുത്തതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും മുളകും ഇത് മൂന്നും കൂടി അടുപ്പിൽ വെച്ച് നന്നായി ഇങ്ങനെ തിളച്ച് വരണം. ആ തിളച്ച് വരുന്ന സമയത്ത് മാങ്ങ ഇടാൻ പറ്റത്തുള്ളൂ. ആ സമയത്ത് നമുക്ക് തേങ്ങ അരയ്ക്കാം. കുറച്ച് തേങ്ങയും, ഒത്തിരി വേണ്ട, കുറച്ച് തേങ്ങയും, പിന്നെ കുറച്ച് അരിമുളക്, നോർമൽ മുളക് ഉണ്ടെങ്കിൽ നോർമൽ മുളക് ഇട്ടാൽ മതി. ഞങ്ങൾക്ക് കുറച്ച് എരിവ് വേണ്ടതുകൊണ്ട് അരിമുളക് എടുത്തിട്ടു. കുറച്ച് അരിമുളകും പിന്നെ ശകലം ജീരകം ഒരു വട്ടം ഫസ്റ്റ് ഇട്ടു. പിന്നെ പിന്നെയും കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട്. അത് പാകത്തിന് ജീരകം ഇട്ടിട്ട് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തോ. അതൊരു പകുതി ഇതാകുമ്പോൾ കുറച്ച് തൈര് ഒഴിച്ചിട്ട് ഒന്നും കൂടി അരച്ചെടുക്കുക. തൈരിൻ്റെ ആ കട്ട പോകാൻ വേണ്ടിയിട്ടാണ് ഇതിൽ നിന്ന് അടിച്ചെടുക്കുന്നത്. ആ തൈര് അടിച്ചെടുത്തതിന് ശേഷം പിന്നെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് മാങ്ങ എത്ര മാങ്ങ വേണോ അത്ര മാങ്ങ ആഡാക്കാം. നമ്മുടെ മാങ്ങ മൊത്തം എല്ലാം ഇട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് ഇളകി കൊടുക്കണം. ഇടയ്ക്ക് ഇളകി കൊടുക്കണം, അല്ലെങ്കിൽ അത് അടി പിടിക്കും. അത് നന്നായി തിളച്ച് വരുന്നവരെ വയ്ക്കണം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, മാങ്ങ അടി പിടിക്കും. അത് നല്ല കുറച്ച് കറിവേപ്പിലയും കൂടി നല്ല ആടാക്കി കൊടുത്ത് നല്ല തിളച്ച് വരുന്നവരെ വയ്ക്കുക. തിളച്ചതിന് ശേഷം നമ്മൾ തേങ്ങ അരച്ച് വെച്ചില്ലേ, അത് കൊട്ടണം. അത് കൊട്ടിക്കഴിഞ്ഞ് ആ ജാറും കൂടി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതും കൂടി കൊട്ടി നന്നായി ഇളക്കി മൂടി വെച്ചോ. അതിന് ശേഷം കുറച്ച് അത്യാവശ്യം വേവാനുണ്ടല്ലോ മാങ്ങ, അതൊക്കെ ആയിക്കഴിഞ്ഞ ശേഷം പിന്നെ നമുക്ക് കടുക് വറക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ടു. പിന്നെ കുറച്ച് കറിവേപ്പില, കടുക് പൊട്ടും വരെ വെച്ചിട്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. അതിന് ശേഷം ചെറിയുള്ളി വെളുത്തുള്ളിയാണ് ഞാനിട്ടെ. ചെറിയുള്ളി അരിഞ്ഞിട്ടും വെളുത്തുള്ളി ചതച്ചെടുക്കരുത്. ചെറിയുള്ളി കുറച്ച് മതി, ഒരു 2 അല്ലി മതി. ഒത്തിരി അതിൻ്റെ ചോയ വരും. ചെറിയുള്ളി പിന്നെ 2-3 എടുത്തു. അതൊക്കെ ഇട്ടിട്ട് നമുക്ക് കടുക് വറക്കാം. കടുക് വറുത്തതിന് ശേഷം അതിലേക്ക് കൊട്ടുക. ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്തിട്ട് നല്ല അഭിപ്രായം പറയണം. അടുത്ത വീഡിയോ കാണും വരെ ബൈ.